സച്ചിൻ സുരേഷും കെ.പി. രാഹുലും വിപിൻ മോഹനും തൃശൂരിൽ നടന്ന സെവൻസ് മത്സരങ്ങളിൽ പങ്കെടുത്തു പോലും. സച്ചിനും വിപിനും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ്. കെ.പി. രാഹുൽ മുൻ താരമാണ്. ഇവർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഉള്ളത് പറയണമല്ലോ, ഇവരെ അനുകൂലിച്ചും പറയുന്നവരുണ്ട്. ഇതിപ്പോ വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത്രേ. വിലക്ക് വരെ ലഭിച്ചേക്കാം. ഒരു ടീമിന് വേണ്ടി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കളിക്കാർക്ക് കരാർ കാലാവധി കഴിയും വരെ മറ്റു ടീമുകൾക്കായി ബോട്ട് കെട്ടാൻ കഴിയില്ല എന്നതാണ് നിയമം. കരാർ ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സച്ചിനും രാഹുലുമൊക്കെ ഇനിയും ഒരുപാട് സെവൻസ് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കാതെ കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകി സെവൻസിൽ തുടരാൻ അനുവദിക്കുകയാണ് വേണ്ടത്. സാധാരണ കണ്ടംകളിയിൽ തുടങ്ങി സെവൻസിലൂടെയും മറ്റും കഴിവുകൾ തെളിയിച്ച് സീനിയർ ടീമിലേക്ക് എത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്നാൽ വിപിൻ മോഹന്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. വിപിൻ നല്ലൊരു കളിക്കാരനാണ്. അയാൾക്ക് ശിക്ഷ ലഭിച്ചാൽ അത് നഷ്ടമാണ്. പരിശീലനത്തിനായാണ് സെവൻസ് കളിച്ചതെങ്കിൽ വിപിന് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറിച്ച് സച്ചിനും രാഹുലുമൊക്കെ ഇനിയും ഒരുപാട് സെവൻസ് മത്സരങ്ങൾ മാത്രം കളിക്കാൻ ഇടവരുത്തണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സീസൺ മുഴുവൻ എന്റെ പ്രാർത്ഥന